ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFന്റെ വഴി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് CPMനോട് രോഷമടങ്ങാതെ CPI. കരാർ റദ്ദാക്കണമെന്ന ആവശ്യം. ജനാധിപത്യ മുന്നണി മര്യാദകളില്ലാത്ത തീരുമാനം. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടത് അസ്വാഭാവിക നിലപാടെന്നും ബിനോയ് വിശ്വം. UDF ക്ഷണം അവജ്ഞയോടെ തള്ളുന്നെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സെയിന്റ് റീത്ത സ്കൂളിൽ പഠനം തുടരാനില്ലെന്ന ഹിജാബ് വിലക്ക് നേരിട്ട പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ. കുട്ടിയുടെ അവകാശത്തിൽ കോടതി തീരുമാനമെടുക്കണമെന്ന ആവശ്യം. പ്രശ്നം വഷളാക്കാനാണ് ശ്രമമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. തുടർ നടപടികൾ അവസാനിപ്പിച്ച കോടതി. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് ഇന്ത്യയുടെ കടുത്ത മറുപടി. തലയിൽ തോക്ക് വെച്ചാൽ വ്യാപാര കരാറുകൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. US-മായുള്ള വ്യാപാര കരാർ തിടുക്കത്തിൽ നടപ്പാക്കില്ലെന്നും മന്ത്രി. വയോജന സംരക്ഷണ പദ്ധതിക്കായി കേരളത്തിന് 2450 കോടിയുടെ ലോകബാങ്ക് വായ്പ. 1,10,00,000 വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പദ്ധതി. കിടപ്പായവർക്കും ദുർബലർക്കും വീടുകളിൽ സമഗ്ര പരിചരണം. രോഗികൾക്ക് ഇലക്ട്രോണിക് ട്രാക്കിംഗിലൂടെ ചികിത്സ. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടി റദ്ദാക്കി. വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ല. പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി. ചേർത്തല ആയിഷ കൊലപാതക കേസിൽ കേസ് ഡയറി പുറത്തുവിട്ട് ന്യൂസ് 18 കേരളം. ആയിഷയെ കൊന്നത് സ്വർണവും പണവും തിരികെ ചോദിച്ചതിലെ പ്രതികാരമെന്ന് സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളിൽ ആയിഷയുടേതും. ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്ത് അന്വേഷണ സംഘം. ബീഹാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് NDAയുടെ ആവേശം ഇരട്ടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പടുകൂറ്റൻ റാലികൾ. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല ജയം നേടുമെന്ന് മോദി. ഇന്ത്യ ബ്ലോക്ക് ജാമ്യത്തിലിറങ്ങിയ ആളുകൾ നയിക്കുന്ന മുന്നണിയെന്നും പരിഹാസം. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യവുമായി മഹാസഖ്യം. വിശദമായ വാർത്തകൾ നോക്കാം. PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കം രൂക്ഷമാകുന്നു. മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ തീരുമാനമെടുക്കാതെ കരാറിൽ ഒപ്പിട്ടത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി കൺവീനർക്കും ഘടകകക്ഷികൾക്കും CPI കത്ത് നൽകി. കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ 27 ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തുടർ നടപടി തീരുമാനിക്കും. PM ശ്രീ കരാർ ഒപ്പിടൽ ഇടതുപക്ഷത്തിന്റെ വഴിയല്ല, മുന്നണി മര്യാദയുടെ ലംഘനമാണ്. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. സർക്കാർ മുന്നണിയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. രണ്ടു തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ്. അർത്ഥമുണ്ട്. നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ ആ കാഴ്ചപ്പാട് ശരിയാണ്. ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റിവെച്ചൊരു വിഷയമാണ്. ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വിഷയത്തെപ്പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട LDFന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ
ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമായ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി, ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വാർത്തകളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFിന്റെ വഴി. LDFിന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്. അതിന്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFിലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് ചാടും മുൻപ് 2 വട്ടം ചിന്തിക്കണം. CPI മന്ത്രിമാർ ആർക്കും ഇതേക്കുറിച്ച് അറിയില്ല. ഇതെന്ത് കൂട്ടുത്തരവാദിത്വമാണ്? ഇടതുമുന്നണിയുടെ കാതൽ RSSന്റെ വർഗീയ ഭ്രാന്തിനെ ചെറുക്കലാണ്. PM ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിലെ BJP താൽപര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബിനോയ് വിശ്വം സംതിങ് ഇസ് റോങ് ഇൻ PM ശ്രീ എന്നായിരുന്നു പ്രതികരിച്ചത്. അതുകൊണ്ട് സംതിങ് ഇസ് റോങ് വിത്ത് ദ PM ശ്രീ അത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ട് ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കിന് വേണ്ടിയാണ്. അല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. അതാണ് വിഷയം. കരിക്കുലവും സിലബസും പെഡഗോഗി എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അതാണ് ഭാവി തലമുറയുടെ ബോധത്തെ തീരുമാനിക്കുന്നത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ തുടക്കവാചകം അതാണ്. The destiny of India is being framed in her classrooms എന്നാണ് ആരംഭിക്കുന്നത്. നാടിന്റെ പ്രാഗധേയം, ഭാവി രൂപം കൊള്ളപ്പെടുന്നത് ക്ലാസ് മുറിയിൽ തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം. ആ ക്ലാസ് മുറിയെയാണ് പിടിക്കുന്നത് RSS BJP. ക്ലാസ് മുറിയെ പിടിക്കുകയാണ്, പുത്തൻ തലമുറയെ പിടിക്കുകയാണ്. ക്യാഷ് ദം യങ് എന്ന ഹിറ്റ്ലർ വാക്കുണ്ട്. ക്യാഷ് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് BJP ഗവൺമെന്റിന് അധികാരം കിട്ടിയ അന്ന് മുതൽ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ അവർ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം തുടരുകയാണിപ്പോൾ. അതേപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്, CPMനും ബോധ്യമുണ്ട്. CPIക്കും CPMനും ലെഫ്റ്റിനാകത്തന്നെയും സെക്യുലർ വാല്യൂസിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഫെഡറൽ തത്വങ്ങളെ മാനിക്കുന്നവർക്കെല്ലാം ബോധ്യമാണ് ഈ കാര്യം. അത് ബോധ്യമായ തീരും. വിഷയം. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും കേന്ദ്ര ഫണ്ട് കിട്ടാനായി കരാർ ഒപ്പിട്ടതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഇതുമായി ബന്ധപ്പെട്ട് CPI അഭിപ്രായം ഇനിയും മുന്നണി ചർച്ച ചെയ്യുമെന്ന് കൺവീനറും CPM സംസ്ഥാന സെക്രട്ടറിയും വിശദീകരിച്ചു. PM കണ്ടുകൊണ്ട് ഉടനെ തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതിക മാത്രമാണ്. അതിന്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും.
RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല. ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് തരേണ്ടുന്ന ഒരു 8,000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്, അത് പറയുന്നുണ്ട്. അതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി 60% അവരും 40% കേരളവും നൽകേണ്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ ഭാഗം പണം, അതായത് 8,000 കോടി ഉറുപ്പിക. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 8,000 കോടി ഉറുപ്പിക നെല്ലിൻ്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരാൻ ബാക്കിയാണ്. അത് തരുന്നില്ല. ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ്. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു. ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PM ശ്രീ പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയില്ല. നാളെയും അത് തന്നെയാണെന്ന് അറിയുക. ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സമയം എന്താ ഉള്ളത്? അല്ലാന്ന് അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ്. ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ചെയ്യും. എനിക്കതിനൊന്നും യാതൊരു മറുപടി പറയാനില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമത്തായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണി നൈമിഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ്. ഞങ്ങൾ CPIM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. ആ CPIയെ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്. മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക. വിശകലനവുമായി കിരൺ ബാബു, ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഈ വിഷയത്തിൽ എന്ത് പൊട്ടിത്തെറിയായിരിക്കും CPI യോഗത്തിന് ശേഷം ഉണ്ടാവുക എന്നതാണ് ഏവരും ഉറ്റുനോക്കിയത്. തൽക്കാലം പൊട്ടിത്തെറിയൊന്നുമില്ല. പക്ഷേ ബിനോയ് വിശ്വം അദ്ദേഹത്തിനാകാവുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്കാകാവുന്ന നിലയ്ക്ക് തങ്ങളുടെ എതിർപ്പ് പറയുമ്പോഴും ഒരു മയപ്പെട്ട ഭാഷയാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വിചിത്രമായ ചില വാദങ്ങൾ, ഇടതുപക്ഷത്തിന്റെ നയം മുഴുവൻ നടപ്പാക്കാനാവില്ല സർക്കാരിന് എന്നതുൾപ്പെടെ ബോധ്യപ്പെടുത്താനാകാത്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും CPIയെ ബോധ്യപ്പെടുത്താനാവാത്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും CPM ഉന്നയിക്കുന്നത്. എങ്ങോട്ടാണ് ഈ തർക്കം ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ശ്രീജ, ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് CPIയുടേതായ കടുത്ത തീരുമാനങ്ങളൊക്കെ വരും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം തീരുമാനങ്ങളൊന്നുമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും ഇടതുമുന്നണിക്ക് ഒരു കത്ത് നൽകുകയാണ്. ഇടതുമുന്നണി കത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് മന്ത്രിസഭയിൽ 2 തവണ ഈ വിഷയം വന്നു. ആ 2 തവണയും ഇത് നയപരമായ തീരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഇടതുമുന്നണിയിലും അത്തരം ഒരു തീരുമാനം ചർച്ച ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് ഏകപക്ഷീയമായി ഇത്തരം തീരുമാനമെടുത്തത്. അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇത് ഇടതുമുന്നണിയുടെ രീതി അല്ല
അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 27-ാം തീയതി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ വെച്ച് ചേരുന്നുണ്ട്. ആ എക്സിക്യൂട്ടീവിന് ശേഷം ഇപ്പോൾ നൽകിയ കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോഴും ചില ഓപ്ഷനുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രധാനമായും എതിർക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ NEP നടപ്പാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടോ അതിനെ താൻ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു പരോക്ഷമായ സൂചന കൂടി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. CPIയുടെ എതിർപ്പ് അതിശക്തമായി തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ NEP നടപ്പാക്കില്ല എന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, CPMന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എവിടെയും ഈ ഒപ്പിട്ട കരാർ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല. അത്തരം ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് ഒന്നാണ്, അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറയുന്നത്, ഞങ്ങളുമായി ചർച്ച നടത്തിയില്ല എന്നുള്ളതാണ്. ഈ ഒപ്പിട്ടതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചർച്ച നടത്തിയില്ല എന്നാണ്. മറ്റൊരു പരോക്ഷമായ വിമർശനം കൂടി ബിനോയ് വിശ്വം ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇതിൽ രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF ഇത്ര കാലവും ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം BJPയും CPMും തമ്മിൽ അവിഹിതമായ ചില ബന്ധങ്ങളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികളിലേക്ക് പോകുന്നത് എന്നാണ്. അതിനെ സഹായിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനെ സംശയിക്കത്തക്ക രീതിയിലേക്ക് അദ്ദേഹം ചില വാചകങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കരാറിൽ ഒപ്പിട്ടപ്പോൾ ആദ്യം പിന്തുണച്ചത് BJP ആണ്, പിന്നീട് പിന്തുണച്ചത് ABVP ആണ്. ഈ BJPയും ABVPയും ഒക്കെ നമ്മുടെ ഏതെങ്കിലും നിലപാടിനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അത് സംശയത്തോടു കൂടി നോക്കണം. അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം പറഞ്ഞത് EMS ആണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ എടുക്കുന്ന തീരുമാനത്തിനെ ഇത്തരം ശക്തികൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ചില സംശയങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് പരോക്ഷമായി. എന്നാൽ അങ്ങനെ പറഞ്ഞോ, നേരിട്ട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല. പക്ഷേ അത്തരം ചില സംശയങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ കൂടിയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് CPI എന്തായാലും പോകില്ല എന്നത് വ്യക്തമാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് NEP നടപ്പാക്കുക എന്നത് NEP അതോടൊപ്പം തന്നെ CPIയുടെയും CPMന്റെയും ദേശീയ നയത്തിന് വിരുദ്ധമാണ് എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. NEP എന്നത് RSSന്റെ വർഗീയ നയമാണ്. അത് വിദ്യാർത്ഥികളിലേക്ക് ക്യാച്ച് ദ യങ് എന്ന ഹിറ്റ്ലറിന്റെ വാചകം അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളെലേക്ക് സ്വാധീനിക്കുക, അവർ വഴി RSSന്റെ വർഗീയ അജണ്ട നടപ്പാക്കുക. ഇതിനെതിരെ പോരാടേണ്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കടമയാണ്. പക്ഷേ ആ കടമയിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോകരുത് എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒരു പൊട്ടിത്തെറി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. CPMന്റെ ഭാഗത്തു നിന്ന് 3 പേരാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. MV ഗോവിന്ദന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഈ ഫണ്ട് വാങ്ങിയെടുക്കണം, എങ്ങനെയാണോ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ CPM തീരുമാനമെടുത്തത്, മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ നേരിടുകയല്ല വേണ്ടത്, അവരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന നയം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞ മറുപടി ചർച്ചയും ഫണ്ട് വാങ്ങലും ഒരേപോലെ തുടരും എന്നുള്ളതാണ്. രണ്ടും രണ്ടായ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ്. ഇക്കാര്യത്തിലും അത്തരമൊരു നയസമീപനമാണ് CPM എടുക്കുന്നത് വ്യക്തമാക്കുന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടേത്. ഈ പണം വിട്ടുകൊടുക്കാനാവില്ല, കേരളത്തെ പലതരത്തിൽ ഞെരുക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പണം കേരളത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കണം, അതിനുവേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നു. മന്ത്രി V ശിവൻകുട്ടി ഒരു പടി കൂടി കടന്ന് NEPയെ പരോക്ഷമായി ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. NEP എതിർക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും ഒരു നയം പൂർണ്ണമായും എതിർക്കാനൊന്നും കഴിയില്ല, ചില നയങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടി വരും എന്നുള്ള മട്ടിലുള്ള പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. TP രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനും പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം CPIക്ക് അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കരാർ ഒപ്പിട്ട ശേഷം ഇനിയും ചർച്ച ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടിയില്ലാതെ നേരത്തെയുമൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ചയിലൂടെയാണല്ലോ വിഷയങ്ങൾ പരിഹരിക്കുന്നത് എന്നുള്ള മട്ടിലുള്ള ഒഴുക്കൻ മറുപടിയായിരുന്നു. പക്ഷേ എവിടെയും ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്നോ അല്ലെങ്കിൽ CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ വഴിയുണ്ടോ എന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, പക്ഷേ PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിടും, അതുമായി മുന്നോട്ട് പോകും എന്നാണ് ഉള്ള ഒരു നിലപാടാണ് CPMന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ച 3 പേരും, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും മുന്നണി കൺവീനർ TP രാമകൃഷ്ണനായാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയായാലും സ്വീകരിച്ചത്. CPIയുടെ ഭാഗത്തു നിന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ശരി, R കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ പ്രതിഷേധം തങ്ങളാലാവും വിധം തങ്ങൾക്കാവുന്ന ഭാഷയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് CPI എന്നു മാത്രം. നാണക്കേട് സഹിച്ച് LDFൽ തുടരണോ എന്ന് CPI തീരുമാനിക്കണമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ലെ, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അതോ അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവര് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല.
അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്. CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDF തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാ. ഞങ്ങൾ അതിനെക്കുറിച്ച് പരിഹാസം കലർന്ന വിമർശനമായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റേത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വിനിഞ്ഞാന്ന് അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി പറഞ്ഞ് CPI-ക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും. ഇന്നലെ വൈകിട്ട് ഒപ്പിട്ടിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് CPI എന്നാണ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ സഖാവ് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം കണ്ടില്ല എന്നായി. CPI-യുടെ ആശയവിനിമയ സംവിധാനത്തിൽ നിന്നോ സാരമായ കേടുപാടുണ്ടായിട്ടുണ്ട്. സഖാവ് MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സഖാവ് ബിനോയ് അത് കണ്ടില്ല എന്ന് പറയും. ഇടതുമുന്നണി ഘടകകക്ഷിയായ RJD-യും പരസ്യമായി എതിർപ്പ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയങ്ങൾക്ക് ഇടതു സർക്കാർ കീഴടങ്ങരുതെന്നും RJD നേതാവ് വർഗീസ് ജോർജ് പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനൊപ്പം എന്ന് ജോസ് കെ മാണി MP. പദ്ധതി ഒപ്പിടാതെ എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ചോദ്യം. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് പറയില്ല. കേരളത്തിനും അതിന് റോളുണ്ട്. എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് തോൽപ്പിക്കാൻ കേരളത്തിനാവുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കറന്റ് ലിസ്റ്റിലുള്ള പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും? അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല. കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓരോ സ്കീം വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും. അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഹിജാബ് വിവാദത്തിൽ സെയിന്റ് റീത്ത സ്കൂളിൽ തുടരാനില്ലെന്ന് കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ അറിയിച്ചതോടെ തുടർ നടപടികൾ അവസാനിപ്പിച്ച കോടതി. ഭരണഘടന അനുശാസിക്കുന്ന സാഹോദര്യം ശക്തമായി നിലനിൽക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പ്രശ്നം വഷളാക്കാനാണ് കുട്ടിയുടെ പിതാവിന്റെ ശ്രമമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ അറിയിച്ചിരുന്നു. കുട്ടിയെ സ്കൂൾ മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് കുട്ടിയുടെ അച്ഛനും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനമെടുത്തതോടുകൂടിയാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കുവാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ പ്രധാനമായും സ്കൂളിന്റെ മാനേജ്മെന്റ് അഭിഭാഷക വ്യക്തമാക്കി ഇത് ഒരു ഇന്റർനാഷണൽ തലത്തിൽ ആണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാവരും ഒരുപോലെ വരണം എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നായിരുന്നു അഭിഭാഷക കോടതിയെ അറിയിച്ചത്. എന്തായാലും ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്ന് എല്ലാവരും തീരുമാനമെടുത്തോടെ എല്ലാ കക്ഷികളും തീരുമാനമെടുത്തതോടുകൂടിയാണ് കോടതി ഈ കേസിൽ തീരുമാനമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദം തന്നെയായിരുന്നു ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടിയോട് മാതാപിതാക്കളെ അറിയിക്കുകയും ഹിജാബ് ധരിച്ച് എത്തരുത് എന്ന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തത്. പലതവണ കുട്ടി ഇത് ആവർത്തിക്കുകയും ചെയ്തു. പിന്നീട് മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും പിതാവിനെ സ്കൂളിലേക്ക് വിളിക്കുകയും ചെയ്തു. പിതാവ് സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് SDPI പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ ഭീഷണിപ്പെടുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് വിവാദം ഈ ഒരു ഹിജാബ് ധരിച്ചെത്തിയ സംഭവം വലിയ വിവാദമായത്. ഇതിനെ തുടർന്ന് ഹൈബി ഈഡൻ MP-യും ഒപ്പം മുഹമ്മദ് ഷിയാസും ഈ വിഷയത്തിൽ ഇടപെടുകയും കുട്ടിയുടെ പിതാവുമായി സംസാരിച്ച് ഈ വിഷയം ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനയാണ് വീണ്ടും വിവാദമുണ്ടാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് സ്വർണ്ണ വ്യാപാരി മൊഴി നൽകി. തനിക്ക് സ്വർണം കൈമാറിയെന്നും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതോടെ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിൽ എത്തിച്ച് തെളിവെടുക്കാനും തീരുമാനമായി. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്. അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അഴിമതിക്ക് തങ്ങൾ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ശരിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടുപോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, അത് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. അഭിലാഷ് ഡേവിഡിനെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ലെന്ന വാദം അപ്പാടെ പൊളിയുന്നു. പുറത്താക്കാൻ തീരുമാനിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 2023 ജനുവരി 21 താൽക്കാലികമായി ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. സസ്പെൻഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ് അഭിലാഷിന്റെ വിശദീകരണമായി കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ഇടത് കേന്ദ്രങ്ങളിൽ ഒരു വിഭാഗവും ഈ വാദത്തെ പിന്തുണച്ചിരുന്നു. നോട്ടീസ് നൽകി 15 ദിവസത്തിനകം തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ പുറത്താക്കൽ സ്ഥിരപ്പെടുത്തുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1.5 വർഷത്തിനു ശേഷം അഭിലാഷിനെതിരായ നടപടി റദ്ദാക്കിയത് പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഇതോടെ നടപടിക്കെതിരെ അഭിലാഷ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചില്ല എന്നും വ്യക്തമായി. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതിൽ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. 144 പേരെ പോലീസിൽ നിന്ന് പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും ഇതിൽ ബഹുഭൂരിപക്ഷവും സർവീസിൽ തിരികെ കയറി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുറത്താക്കിയവരുടെ പട്ടിക സർക്കാരാകട്ടെ വെളിപ്പെടുത്തുന്നതുമില്ല. ഷാഫി പറമ്പിൽ MP തല്ലിയ CI അഭിലാഷ് ഡേവിഡ് ക്രിമിനൽ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-കാരനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തതാണെന്നും VD സതീശൻ ആരോപിച്ചു. 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPM-ന്റെ സഹയാത്രികനാണ്. ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുവന്നു. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിനൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എപ്പിയുടെ ആരോപണത്തിന് മറുപടി പറയേണ്ടത് പോലീസ് എന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിഷ്ണു എന്ന പോലീസുകാരന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. നേരത്തെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തിരുത്തേണ്ടി വന്നു എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പോലീസിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ പോലീസിനെ പറയും. ഈ പേരാമ്പ്രയിൽ എത്ര ദിവസമായി നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി. അതിലേറ്റവും കൂടുതൽ ഉപദ്രവം നേരിടേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ വിഷ്ണു പ്രകാശൻ എന്ന വിഷ്ണു വത്സൻ എന്ന പോലീസുകാരനും അദ്ദേഹത്തിന്റെ കുടുംബവും. വിഷ്ണു ആണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും കോൺഗ്രസുകാർ ഈ കാര്യങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് കളവായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണം. ഈ കുടുംബത്തിൽ വന്ന മാനക്ഷതത്തിന് ആരാ ഉത്തരവാദി? ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വനം വകുപ്പിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നടൻ മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. 2015 ഇത് സംബന്ധിച്ച വിജ്ഞാപനം, അതായത് നടൻ മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വെക്കാം എന്നുള്ള ലൈസൻസ് നൽകുന്നതുൾപ്പെടെയുള്ള വിജ്ഞാപനം സർക്കാർ ഇറക്കിയത്. അതേസമയം ആ വിജ്ഞാപനം ഗസറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പ്രസിദ്ധപ്പെടുത്തിയില്ല എന്നുള്ള കാരണമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 2011 ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെത്തുന്നത്. അതേ തുടർന്ന് മോഹൻലാലിന്റെ അപേക്ഷയെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ മോഹൻലാലിന്
ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ലൈസൻസ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2015 അനുവദിച്ചത്. ആ സമയത്ത് ഇത് ഗസറ്റിൽ പരസ്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ അതിന്റെ തുടർ നിയമ നടപടികൾ സർക്കാർ പാലിച്ചു കണ്ടില്ല. അതുകൊണ്ട് സർക്കാർ വിജ്ഞാപനം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതുക്കിയ വിജ്ഞാപനം സർക്കാർ ഉടൻ ഇറക്കണം എന്ന് തന്നെയാണ്. അതായത് നിലവിൽ മോഹൻലാലിന്റെ കൈവശം ആനക്കൊമ്പ് വെക്കാനുള്ള സർക്കാർ നൽകിയിരിക്കുന്ന അനുമതി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ചേർത്തലയിൽ ആയിഷയെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ആയിഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിട്ടു. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മത മൊഴിയുള്ളത്. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊലപാതകം. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ആയിഷയുടേതുമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഐഷ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തേക്ക് വിടുന്നത്. ചേർത്തല കോടതിയിൽ പോലീസ്, ചേർത്തല അന്വേഷണ സംഘം സബ്മിറ്റ് ചെയ്ത റെക്കോർഡ്സിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം സെബാസ്റ്റ്യൻ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ കൺഫെഷൻ ഈ കേസിനകത്ത് ലഭ്യമായിട്ടുണ്ട്, കോട്ടയം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ലഭ്യമായിട്ടുണ്ട് എന്ന് ഈ കേസ് ഡയറി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഐഷ എന്ന് കൊല ചെയ്യപ്പെട്ടു അതിനെ സംബന്ധിച്ച വിശദാംശങ്ങളും ഈ കേസ് ഡയറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഐഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, ഈ ഐഷയെ കാണാതായ 2012 മെയ് 13 അവർ പോയത് പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. മാത്രമല്ല, തന്റെ വസ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് താൻ കരുതി വെച്ചിരുന്ന പണം സെബാസ്റ്റ്യന്റെ കൈവശമായത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിരുന്നു. മാത്രമല്ല, ഈ ദിവസം സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുകയും ചെയ്തു എന്നും അതിന്റെ ദൃക്സാക്ഷിയാണ് താനെന്നും ആ സ്ത്രീ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കേസ് ഡയറിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സെബാസ്റ്റ്യൻ കരുതി കൂട്ടി ഐഷയെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ 2012 മെയ് 13 വൈകിട്ട് ഐഷയെ വാർനാട്ട് വീട്ടിൽ നിന്നും പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവിടെ തന്നെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇയാൾ എത്തി ഐഷയെ കൊണ്ടുപോവുകയായിരുന്നു. മാത്രമല്ല, 4 മണിവരെ ഐഷയുടെ ഫോൺ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. 4 മണിക്ക് ശേഷം കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കേസ് ഡയറിയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മൃതദേഹം എങ്ങനെ മറവ് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം പറയുന്നു. മറ്റൊരു നിർണായകമായ വിവരം കേസ് ഡയറിയിലുള്ളത് ഐഷയുടെ അവിടെ ആ പള്ളിപ്പുറത്തെ വീട്ടിന്റെ വളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളാണ്. അതിൽ ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം അതിൽ ഒരു പല്ലിന്റെ ഭാഗം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഐഷയുടേതിന് സമാനമായ ചികിത്സ നേടിയ ഒരു പല്ലിന്റെ ഭാഗമായിരുന്നു കണ്ടെത്തിയത്. അത് ജൈനമേടേതല്ല എന്നുള്ള നിഗമനത്തിലേക്ക്, കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഐഷയ്ക്ക് സമാനമായ രീതിയിൽ പല്ലിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ ഐഷയുടേത് ഉൾപ്പെടെയുള്ള വിവിധ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് വള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത് ജൈനമേടേത് മാത്രമല്ല, ഒന്നിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് എന്നുള്ളത് ഈ കേസ് ഡയറി വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ന്യൂസ് 18 പുറത്തുവിട്ട റോസമ്മ എന്ന സ്ത്രീയുടെ, അതായത് ഐഷയുടെ സുഹൃത്തും സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തുമായ റോസമ്മ എന്ന സ്ത്രീയാണ് ന്യൂസ് 18 ഇത്തരത്തിൽ ഐഷ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. വെറും ഒരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് റീഓപ്പൺ ചെയ്യുന്നതും അത് ഒരു അന്വേഷണം, കൊലപാതക തലത്തിലേക്ക് അന്വേഷണം എത്തുന്നതും റോസമ്മയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ്. ക്രൈംബ്രാഞ്ചും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും ചേർത്തല അന്വേഷണ സംഘവും റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇനി റോസമ്മ അടക്കമുള്ള ആളുകളെ ഇനി വീണ്ടും ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ, അതായത് ഐഷയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന് പോലീസിനോടും ന്യൂസ് 18 വെളിപ്പെടുത്തിയിരുന്നു. സെബാസ്റ്റ്യന്റെ അടിയേറ്റ് ഐഷയുടെ മുഖം മുറിഞ്ഞ് രക്തം വരുന്നത് കണ്ടു എന്ന നിർണായക മൊഴി അവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും മൊഴി പുറത്തുവിട്ടതിന്, ഇവരുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ 164, അതായത് രഹസ്യമൊഴി കോടതിയിൽ എത്തിച്ച് ഐഷയുടെ സുഹൃത്തുക്കളായ സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിലേറ്റവും പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിൽ ഏറ്റവും നിർണായകം, ഐഷയെ കാണാതായതിനു ശേഷം ഈ സ്ത്രീകളിൽ ഒരാളെ സെബാസ്റ്റ്യൻ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുകയും ഐഷയുമായുള്ള അടുത്ത ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള ദൃക്സാക്ഷി മൊഴി ഉണ്ട്. ആ ഒരു മൊഴി കൂടി കേസിൽ ഏറ്റവും നിർണായകമാണ്. അത്തരത്തിൽ 2 സുഹൃത്തുക്കളുടെ മൊഴി ഐഷയുടേതായി പോലീസിന് ശക്തമായ മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. 28 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. അതിനുശേഷം അയാളിൽ നിന്ന് പൂർണ്ണമായ വിവരങ്ങൾ തേടാനാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്.
അന്വേഷിക്കുന്നത്. നിലവിൽ ഇത്രയധികം സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിലും കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും കോടതിയിൽ എത്തിച്ചപ്പോൾ ഐഷയെ അറിയില്ല എന്നുള്ള നിലപാടിലാണ് സെബാസ്റ്റ്യൻ നിലനിൽക്കുന്നത്. എന്തായാലും അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പരമാവധി വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും ഇതിന്റെ അന്വേഷണ വഴിയിൽ ഈ ഒരു കേസ് അത്തരത്തിലൊരു അന്വേഷണ വഴിയിലേക്ക് ഏറ്റവും ഒടുവിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക് ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു അവസാന ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതിൽ ന്യൂസ് 18 വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിലും പോലീസിനടക്കം നിർണായകമായ വിവരങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞു. എന്തായാലും ആ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കടമ്പയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സെബാസ്റ്റ്യൻ ഇപ്പോൾ ചേർത്തലയിലെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിൽ നടപ്പാക്കുന്ന ആരോഗ്യ പദ്ധതിക്കായി $280 മില്യൺ അതായത് 2480 കോടിയോളം രൂപ ലോകബാങ്ക് വായ്പയെ അനുവദിച്ചു. കേരളത്തിലെ 11 ദശലക്ഷം വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. ജനങ്ങളുടെ ആയുർദൈർഘ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടിയും പദ്ധതി കിടപ്പായവർക്കും വീടുകളിൽ കഴിയുന്നവർക്കും ദുർബലരായവർക്കും സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി ഗൃഹപരിചരണ മാതൃകയും ഇതുവഴി സ്ഥാപിക്കാനാവും. വിപുലീകരിച്ച ഹെൽത്ത് സേവനങ്ങൾ, സംയോജിത ഡേറ്റ പ്ലാറ്റ്ഫോമുകൾ, മെച്ചപ്പെടുത്തിയ സൈബർ സുരക്ഷ എന്നിവയിലൂടെ കേരളത്തിന്റെ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനാണ് ഫണ്ട്. ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ നിന്നുള്ള വായ്പയ്ക്ക് 25 വർഷത്തെ കാലാവധിയും 5 വർഷത്തെ ഗ്രേസ് പീരീഡും ഉണ്ടെന്നും ലോകബാങ്ക് അറിയിച്ചു. കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിക്ക് മടങ്ങി. കൊച്ചി സെയിന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമായിരുന്നു മടക്കം. അതിനിടെ കൊച്ചിയിലെ രാഷ്ട്രപതിയുടെ പരിപാടിയിൽ മേയർ എം അനിൽകുമാറിനെ ഒഴിവാക്കിയത് വിവാദമായി. ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാവികസേന ആസ്ഥാനത്ത് രാഷ്ട്രപതിക്ക് നൽകിയ സ്വീകരണത്തിൽ നിന്ന് മേയർ വിട്ടുനിന്നു. 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മടങ്ങി. അവസാന ദിവസത്തെ പരിപാടികൾ ഇന്ന് കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുമരകത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് രാഷ്ട്രപതി എത്തിയത്. നാവികസേന വിമാനത്താവളത്തിൽ ഹെലികോപ്റ്ററിലെത്തിയവരെ സ്വീകരിച്ചു. തുടർന്ന് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൻ്റെ വനിതാ കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അവിടെ രാഷ്ട്രപതി സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് കുറേ കൂടി അത് ധൈര്യത്തോടുകൂടി സമചിത്തതയോടുകൂടി തന്നെ ഓരോ വിഷയങ്ങളെ കാണണമെന്നും ധീരതയോടുകൂടി മുന്നോട്ട് പോകണമെന്നും അവർ കുട്ടികളോട് പറയുകയും ചെയ്തു. സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹം കുറച്ചുകൂടി മാനവികത മൂല്യങ്ങൾ ഉയർത്തിപ്പെടുന്ന ഒരു രീതിയിലേക്കായിരിക്കും ആ കാര്യങ്ങൾ എത്തുക എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യം NEP കൊണ്ട് രാജ്യം ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ കൂടുതൽ വൈജ്ഞാനിക മേഖലയിലേക്ക് കൂടുതൽ കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നും അവർ സദസ്സിനോട് പറയുകയുണ്ടായി. ഏതായാലും ഈ പരിപാടികൾക്ക് ശേഷമാണ് തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത്. നാവികസേന വിമാനത്താവളത്തിലേക്കും തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ചെന്ന് അവിടെ വായുസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. 4 ദിവസം സംസ്ഥാനത്തെ വിവിധ പരിപാടികൾ അവർ പങ്കെടുക്കുകയും ഏറ്റവും സുപ്രധാനമായി ശബരിമല ദർശനമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. കൊച്ചിയിലെ പരിപാടിയിൽ ഇന്ന് ഉണ്ടായ ഒരു വിവാദമായിട്ട് ഉയർന്നു വന്നത് നഗരപിതാവിനെ കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നതാണ് ഒരു വിവാദമായി ഉയർന്നത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതർ സമീപിച്ചിരുന്നു എന്നതാണെന്നും പിന്നീട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ പങ്കെടുക്കേണ്ട വ്യക്തികളുടെ ലിസ്റ്റ് തയ്യാറായപ്പോൾ അതിൽ മേയറുടെ പേര് ഉണ്ടായില്ല എന്നുമാണ് ഇത് സംബന്ധിയായി നൽകുന്ന കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ തന്നെ രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാദ്യമായല്ല ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്ന് ഈ രീതിയിൽ തന്നെ വെട്ടിമാറ്റുന്നത്. നേരത്തെ പ്രധാനമന്ത്രി ഷിപ്പ്യാർഡിൽ പങ്കെടുത്ത പരിപാടിയിലും ഇതേ രീതിയിൽ തന്നെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കുകയുണ്ടായി. അത് അന്ന് യാദൃശ്ചികമാണ്, ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതുന്നു. ഇപ്പോൾ മറ്റൊരു
പ്രധാനപ്പെട്ട പരിപാടി. പുതിയ രാഷ്ട്രപതി ഇതാദ്യമായി പങ്കെടുക്കുന്ന കൊച്ചിയിലെത്തുന്ന പരിപാടിയിൽ നിന്ന് തന്നെ അതിൽ നീക്കം ചെയ്തിരിക്കുന്നു. ഇത് കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ ഈ കേന്ദ്രം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പുലർത്തുന്ന ഒരു സമീപനത്തിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണെന്ന്, ഇത് പ്രതിഷേധിക്കേണ്ടതാണ്, ഇത് മര്യാദകൾക്ക് നിരക്കാത്തതാണെന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചു. ഇതിൽ BJPയുടെ സങ്കുചിത താല്പര്യങ്ങളുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തൊരു മര്യാദയാണ്. ഒന്ന്, ഞങ്ങളാരെങ്കിലും അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഉള്ള ഒരു കേന്ദ്ര സമീപനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഇതൊരു ശരിയായ സമീപനമല്ല. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കെതിരാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അവരുടെ കാഴ്ചയുടെ റിഫ്ലക്ഷനാണ്. ഇത് അങ്ങേയറ്റത്തെ അനാദരവ്, മര്യാദകേടും സംസ്കാരശൂന്യതയുമാണ് സംഭവിക്കുന്നത് എന്നാണ് എൻ്റെ മിതമായ അഭിപ്രായം. രാഷ്ട്രപതിയുടെ പരിപാടി അവസാനത്തെ പൊതുപരിപാടിയിലേക്ക് ഇതൊരു അതിഥി അതും വളരെ പ്രധാനപ്പെട്ട നഗരപിതാവിനെ തന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു എന്ന്, അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്നതൊരു വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ മേയറുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായുണ്ടായത് അദ്ദേഹം നാവികസേന വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തേണ്ടതായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയില്ല. അത് തൻ്റെ പ്രതിഷേധം തന്നെയാണെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. ഇടവേള. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA ബീഹാറിൽ മുൻകാല തെരഞ്ഞെടുപ്പ് റെക്കോർഡുകൾ തകർക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ബ്ലോക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആളുകൾ നയിക്കുന്ന മുന്നണിയാണെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. ബീഹാറിനെ ജംഗൽ രാജ് ആക്കാൻ അനുവദിക്കരുതെന്നും സമസ്തിപൂരിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി മോദി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. अक्टूबर महीना ही था जब बिहार ने जंगल राज से मुक्ति पाई थी। नीतीश जी के नेतृत्व में NDA का सुशासन शुरू हुआ था, लेकिन उस दौर में 10 साल तक केंद्र में कांग्रेस आरजेडी की सरकार रही। कांग्रेस आरजेडी ने नीतीश जी के सामने भांति भांति के रोड़े अटकाए, बिहार का नुकसान करने में दिल्ली में बैठी हुई कांग्रेस और आरजेडी की सरकार ने 10 साल तक कोई कमी नहीं रखी थी। आरजेडी बिहार के आप लोगों से बदला लेती रही कि आपने नीतीश जी को वोट क्यों दिया, नीतीश जी की सरकार क्यों बनाई। हालात तो ये थी कि ये आरजेडी वाले कांग्रेस को आए दिन धमकाते थे, धमकी देते थे कि अगर बिहार में आपने नीतीश जी की एक भी बात मानी, भाजपा NDA की एक भी बात मानी, बिहार में अगर कोई प्रोजेक्ट दिया तो फिर आरजेडी कांग्रेस का समर्थन तोड़ देगी और सरकार गिर जाए, ऐसे डराते थे। साथियों, नीतीश जी ने स्वर्गीय सुशील मोदी जी, स्वर्गीय रामविलास पासवान जी और आज हमारे जीतन राम मांझी जी, उपेंद्र कुशवाहा जी, भाई चिराग, सबके साथ मिलकर മനു ഭരത് വിവരങ്ങളുമായി. മനു, പല കാരണങ്ങൾ കൊണ്ട് ബീഹാർ ഒരു അഭിമാന പ്രശ്നമാണ് NDA സംബന്ധിച്ച്. ആ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഔപചാരികമായി പ്രധാനമന്ത്രി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ജയം മാത്രമാണ് NDA ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ റാലി എത്രത്തോളം അതിന്റെ ഒരു തുടക്കമായി കാണാം?
പ്രധാനമന്ത്രി ഇന്ന് തൻ്റെ പ്രചരണ പരിപാടികൾക്ക് ബീഹാറിൽ തുടക്കം കുറിക്കുമ്പോൾ അത് കർപ്പൂരി താക്കൂർ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് അതിന് തുടക്കം കുറിക്കുന്നത്. 2 തവണ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി താക്കൂറിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ നേട്ടങ്ങൾ ഒക്കെ തുടരും എന്നൊരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് കോൺഗ്രസ് ഇതര ആദ്യ സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറിൻ്റെ ആ ഒരു കാലഘട്ടത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. കർപ്പൂരി ഗ്രാമിൽ അദ്ദേഹം പോയി, അവിടെ കുടുംബാംഗങ്ങളെ കണ്ടു, അവരുമായി സംവദിച്ചു. പിന്നീട് രണ്ടിടങ്ങളിൽ പ്രചരണ പരിപാടികളിൽ പ്രധാനമന്ത്രി എത്തി. ബേഗുസരായിൽ വന്നു. അതിനു മുമ്പ് സമസ്തിപൂരിലും പ്രധാനമന്ത്രി ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. പ്രധാനമന്ത്രി എല്ലാവരുടെയും മൊബൈൽ ഫോൺ പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അതിൽ വെളിച്ചം തെളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ടോർച്ച് മൊബൈലിൽ തെളിച്ചതിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, എല്ലാവരുടെ കയ്യിലും ഇത്രയും വെളിച്ചമുള്ള സ്ഥിതിക്ക് ഇനി ഒരു കമ്പിറാന്തലിൻ്റെ ആവശ്യം ഈ നാടിനുണ്ടോ എന്നാണ്. അത് ലാലു പ്രസാദിൻ്റെ പാർട്ടിയുടെ ചിഹ്നമാണ് റാന്തൽ. അപ്പോൾ റാന്തലിൻ്റെ ആവശ്യമില്ല എന്ന് പരിഹാസരൂപേണ പ്രധാനമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന നയങ്ങൾ എടുത്തു പറയാൻ ഈ 1 GB ഡാറ്റ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു ചായയേക്കാൾ വില കുറഞ്ഞ വിലയ്ക്ക് രാജ്യത്തിന് നൽകാൻ തനിക്ക് കഴിഞ്ഞു. അങ്ങനെ അവിടെയുള്ള പൈപ്പ് ലൈൻ പദ്ധതിയെക്കുറിച്ച്, വികസന പദ്ധതികളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് മറ്റൊരു വാദപ്രതിവാദം ഉണ്ടായത്, നേരത്തെ കോൺഗ്രസ് ആണെങ്കിൽ ഈ കർപ്പൂരി താക്കൂറിനെ ജനസംഘം അപമാനിച്ചു എന്നൊരു ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. അതിന് മറുപടിയായി ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രതികരണങ്ങൾ വരികയും ചെയ്തു. മറ്റൊരു വാദപ്രതിവാദം ഉണ്ടായത് സീതാറാം കേസരിയെക്കുറിച്ചാണ്. മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സീതാറാം കേസരിയുടെ ഇന്ന് ഓർമ്മ ദിനമാണ്. അപ്പോൾ ബീഹാറുകാരനായ സീതാറാം കേസരിയെ ഇന്ന് കോൺഗ്രസിന് പെട്ടെന്ന് ഓർമ്മ വന്നത് അതിനെ പരിഹസിച്ചുകൊണ്ടെന്ന് BJP നേതാക്കൾ രംഗത്തെത്തി. ഷേസത് പൂനെവാലയൊക്കെയാണ് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളുമായി വന്നത്. ഈ സീതാറാം കേസരി ഉള്ള കാലത്ത് അദ്ദേഹത്തെ വലിയ തോതിൽ അപമാനിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഒരു നേതാവിൻ്റെ പെട്ടെന്ന് അനുസ്മരിക്കുന്നു. സോണിയാഗാന്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ധോത്തി വരെ കീറുകയും ചെയ്തിട്ടുള്ള, അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും ധോത്തി കീറുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് BJP ഈ ബീഹാർ തെരഞ്ഞെടുപ്പെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന് BJP ആരോപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങളുടെ ഒരു വലിയ നിര. അമിത്ഷാ ഇന്ന് സിവാനിലാണ് പ്രചരണം നടത്തിയത്. അവിടെ ഷഹാബുദ്ദീൻ്റെ മകന് സീറ്റ് നൽകിയതിനെ സംബന്ധിച്ച് അമിത്ഷാ RJDയെ ഇന്ന് രൂക്ഷമായ ഭാഷയിൽ ആക്രമിച്ചു. ഇതുപോലെ ഗുണ്ടാ തലവന്മാരെയും ജയിലിൽ കിടന്നവരുടെയും ഒക്കെ പിൻഗാമികളെ ആണ് വീണ്ടും ബീഹാറിലേക്ക് കൊണ്ടുവരുന്നത്. പഴയൊരു ജംഗിൾ രാജ് ലാലുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിലേക്ക് ഇനി ആളുകൾ ബീഹാറിനെ കൊണ്ടെത്തിക്കാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത്. അത് പ്രതിപക്ഷം നടത്തുന്നു. ഒരിക്കലും അതിനെ അനുവദിക്കരുത് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇന്ന് അമിത്ഷായും മുന്നോട്ട് വെച്ചു. മോഹൻ യാദവ് മധ്യപ്രദേശിൽ നിന്ന് അവിടെ പ്രചരണത്തിലെത്തിയിട്ടുണ്ട്. ബീഹാറിൽ BJPയുടെ ഒരു വലിയ വിജയം, അതുപോലെ NDA മുന്നണിയുടെ ഒരു വലിയ വിജയമൊക്കെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും റെക്കോർഡുകൾ തകർത്തുകൊണ്ടുള്ളൊരു പ്രകടനം കാഴ്ചവെക്കും എന്ന ഒരു അവകാശവാദമാണ് ഈ ഘട്ടത്തിൽ NDA ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. അതേസമയം മറുവശത്ത് നിന്ന് തേജസ്വിയും ഇന്ന് ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. NDA അധികാരത്തിൽ വന്നാൽ അവർ നിതീഷിനെ വെട്ടും എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശിൽ ബസ്സിന് തീപിടിച്ച് വൻ ദുരന്തം. 20 പേർ മരിച്ചു. 19 പേർ ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. നിരവധി പേർ പരിക്കുകളോട് ചികിത്സയിലാണ്. 9 പേരെ കാണാനില്ലെന്നും വിവരമുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ ലൈംഗിക പീഡനത്തിനിരയായ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥൻ 4 തവണ ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന് കൈപ്പത്തിയിൽ എഴുതിയ ശേഷമാണ് ഡോക്ടർ ജീവനൊടുക്കിയത്. സംഭവത്തിന് പിന്നാലെ ആരോപണ വിധേയനായ സബ് ഇൻസ്പെക്ടർ ഗോപാൽ ബദ്നെ സസ്പെൻഡ് ചെയ്തു. അതേസമയം ഡോക്ടറുടെ ആത്മഹത്യയിൽ മഹായുതി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തലയ്ക്ക് തോക്ക് വെച്ച് വ്യാപാര കരാറുകൾക്ക് ഇന്ത്യയെ വഴങ്ങിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. അമേരിക്കയുമായി ചർച്ച നടക്കുന്നുണ്ട്, പക്ഷേ തിടുക്കത്തിൽ ഇടപാടുകൾ നടത്തുന്നില്ല. സമയപരിധി പ്രഖ്യാപിച്ചോ തലയിൽ തോക്കോ വെച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തില്ല. ബെർലിൻ ഗ്ലോബൽ ഡയലോഗിൽ സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. Into the United States, of course, but
we don't do deals in a hurry, and we don't do deals with deadlines or with a gun on our head. But that's how deals are done these days. It's a deadline. I don't think so. Tariffs come in midnight on this date. Take it or leave it. India looks long term. India never takes decisions in a rush or on the pressure of the moment. And we've accepted if there's a tariff on us, there is a tariff on us. We are looking how to overcome that. We are looking at newer markets. We are looking at a stronger demand impetus within the Indian economy. So we have a very resilient structure, 1.4 billion people. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഈ വിഷയത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൃത്യമായ ഒരു മറുപടി ഇതാദ്യമായാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പലതവണ ട്രംപ് ഈ വിഷയത്തിലൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി വന്നിരുന്നില്ല. പീയൂഷ് ഗോയൽ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ആ ഭാഷ എത്രത്തോളം ശക്തമാണ്? ശ്രീജ, ഇപ്പോൾ ഈ കാര്യത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോഴും ഇതാദ്യമായാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഇത്ര കൃത്യമായ ഒരു നിലപാട് എടുത്തു വരുന്നത്. പീയൂഷ് ഗോയലാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് തങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടിയോ സമ്മർദ്ദം ചെലുത്തിയോ ഏതെങ്കിലും തരത്തിൽ താരിഫ് അല്ലെങ്കിൽ കരാറുകൾ ഒപ്പിടാനുള്ള നീക്കം അത് നടക്കില്ല. കൃത്യമായ രീതിയിൽ ലോങ് ടേം ഒരുപാട് കാലത്തേക്കുള്ള കരാറുകളാണ് ഇന്ത്യ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നത്. അതും കൃത്യമായ ചർച്ചകളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പകരം സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയോട് ഒരു നിലപാടെടുക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം പീയൂഷ് ഗോയൽ മറ്റൊരു കാര്യം കൂടി, പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. അതും അവിടുത്തെ യുവത ഏറ്റവും കൂടുതലുള്ള ലോകരാജ്യമാണ് ഇന്ത്യ. 28 വയസ്സാണ് ഇന്ത്യയുടെ ഒരു പ്രായം പറയുന്നത്. അപ്പോൾ ആ പ്രായത്തിലുള്ള വലിയൊരു മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയോട് വലിയ സമ്മർദ്ദം ചെലുത്താൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പീയൂഷ് ഗോയൽ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം, അല്ലെങ്കിൽ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യമാണ് അമേരിക്ക കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങുന്ന ഒരു രീതിയല്ല നിലപാടല്ല എടുത്തിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് റഷ്യ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവിടുന്ന് ഏറ്റവും വില കുറച്ച് എണ്ണ എവിടുന്ന് കിട്ടുമോ അവിടുന്ന് വാങ്ങുക എന്നുള്ളതാണ് രാജ്യ താല്പര്യം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയുമായി ഒരു തർക്കത്തിനോ പിണക്കത്തിനോ സാധിക്കുന്ന ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് നേരത്തെ അമേരിക്ക ചുമത്തിയിരുന്നു. ആ ഒരു 50% താരിഫുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന്, നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് തന്നോട് അറിയിച്ചിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതിലൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നില്ല. ആ കാര്യത്തിലടക്കം സൂചന നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഒരു കാര്യവും നേടാമെന്ന് ആരും കരുതണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ പറഞ്ഞു വെക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,500 രൂപ, പവന് 92,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,505 രൂപ, പവന് 76,040 രൂപ. വെള്ളി ഗ്രാമിന് 170 രൂപ, കിലോഗ്രാമിന് 1,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.